കൃഷ്ണ തോട്ട് ബൈ സീജ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവനുമായി ബന്ധപ്പെട്ട പുണ്യദിനമാണ് ശിവരാത്രി. മാഘമാസത്തിലെ കുംഭത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ചതുർദശി അർദ്ധരാത്രിയിൽ തട്ടുന്ന ദിനമാണ് വ്രതമായി ആചരിക്കേണ്ടത്. സർവ്വ പാപങ്ങളും തീർക്കുന്ന ശിവരാത്രി വ്രതം ശിവപ്രീതിക്ക് ഉത്തമം. പൂർവികരുടെ ബലിപൂജ നടത്തി പിതൃക്കളെ തൃപ്തിപ്പെടുത്തുക. ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂവളമാല സമർപ്പിക്കുക. ഉപവാസം അനുഷ്ഠിക്കുക. രാത്രി ഉറക്കമിളക്കുക. പഞ്ചാക്ഷരിയായ ഓം നമഃശിവായ ജപിക്കുക. ഇതെല്ലാം ശിവരാത്രിക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഈ വർഷത്തെ ശിവരാത്രി വരുന്നത് ഫെബ്രുവരി 26 ബുധനാഴ്ചയാണ്. പുരാണങ്ങളിൽ ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി പല ഐതിഹ്യങ്ങളുമുണ്ട്. പാലാഴി മഥനം നടത്തുമ്പോഴുണ്ടായ ഹലാല വിഷം ലോകരക്ഷയ്ക്കായി മഹാദേവൻ പാനം ചെയ്തു. ആ വിഷം ഭഗവാന് ബാധിക്കാതിരിക്കാൻ ഏവരും ഉറങ്ങാതെ വ്രതം അനുഷ്ഠിച്ചു പ്രാർത്ഥിച്ചു. ശിവഭഗവാൻ വിഷം പാനം ചെയ്ത രാത്രിയാണ് ശിവരാത്രിയായി ആഘോഷിക്കപ്പെടുന്നത്. ഈ ദിവസം വ്രതമനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചത് ഭഗവാൻ തന്നെയാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരങ്ങളിൽ ഒന്നാണല്ലോ ദ്രാവിഡ സംസ്കാരം. ദ്രാവിഡ ദൈവമാണ് ശിവൻ. ശിവന് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നീ പഞ്ചശക്തികളുണ്ട്. ശിവരാത്രി വ്രതം ദീർഘായുസ്സിനും സർവ്വ ഐശ്വര്യത്തിനും അത്യുത്തമം. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ശിവരാത്രി വ്രതമെടുത്ത് ശിവപ്രീതി നേടുവാൻ എല്ലാവരും ശ്രമിക്കുക. ഏവർക്കും ശിവരാത്രി ആശംസകൾ. ഓം നമഃശിവായ.